ഇന്നൊരു വൻപയർ കറീൻ്റെ റെസിപ്പിയാണ്. ആദ്യം കുറച്ച് വൻപയർ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരമണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. മിക്സറി ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങയും ജീരകവും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പേസ്റ്റ് രൂപത്തിൽ. ഇനി ഒരു ചട്ടി ചൂടാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുത്ത ശേഷം ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും മുരിങ്ങാക്കായും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്ത് വന്നതിലേക്ക് തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം വെന്ത് വന്ന ശേഷം നേരത്തെ വേവിച്ച് വെച്ച വൻപയർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും, ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുത്താൽ മതി. ചോറിന്റെയും ചപ്പാത്തിന്റെയും കഞ്ഞിന്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.